ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. തുടക്കം അതിഗംഭീരമാക്കി കളങ്കാവൽ. കളങ്കാവൽ റിലീസ് ചെയ്യാൻ 2 ദിനം കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. 2025 പ്രീ സെയിലിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് ഈ ഒരു ചിത്രം. അത് 2 ദിവസം, റിലീസിന് 2 ദിവസം മുന്നേ ഉള്ള പ്രീ സെയിലിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഈ ഒരു സിനിമ തുടരുമെന്ന ചിത്രത്തിന് ഓവർസീസിൽ നിന്ന് റിലീസ് ചെയ്യാൻ 2 ദിവസം മുന്നേ നിൽക്കെ ഉള്ള ഒരു കളക്ഷൻ $36K ആയിരുന്നുവെങ്കിൽ കളങ്കാവലിന് $40.5K നേടാൻ കഴിഞ്ഞു. ബസൂക്ക $42K നേടിയപ്പോൾ എമ്പുരാൻ 2.85 മില്യൺ ഓൾ ടൈം റെക്കോർഡ് അടിച്ച ചിത്രവും കൂടിയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മികച്ച രീതിയിലുള്ള ഒരു പ്രതികരണം ഈ സിനിമയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. കളങ്കാവൽ ഈ പറഞ്ഞ പോലെ ഓവർസീസിൽ നിന്ന് 40,000 മുകളിലുള്ള ഡോളർ നേടിയിരിക്കുന്നു. അതായത് 36.47 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇനി 2 ദിവസങ്ങൾ കൂടെ ബാക്കി നിൽക്കുകയാണ്. UK പ്രീ സെയിൽ നോക്കുകയാണെങ്കിൽ £2,000 സിനിമയ്ക്ക് നേടിയിരിക്കുന്നു. അതായത് $2,650, 2,40,000 രൂപ സിനിമയ്ക്ക് വന്നിരിക്കുന്നതാണ്. 90-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ സിനിമ അവിടെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 100-ന് മുകളിലുള്ള ഷോകൾ ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഒട്ടുമിക്ക വലിയ തിയേറ്ററുകളിലേക്കും സിനിമ ചാർട്ട് ചെയ്യുന്നു. ആദ്യ ദിനത്തിൽ നമ്മൾ ചെറിയ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തിയേറ്ററുകളിലേക്ക് പോയിരുന്ന ഈ ഒരു ചിത്രം ഇപ്പോൾ 11-ഉം 12-ഉം ഷോകളിലേക്ക് ആഡ് ചെയ്യുകയും അവിടെയെല്ലാം റെഡ് അലേർട്ട് വരുന്ന ഒരു കാര്യവും. മമ്മൂട്ടിയുടെ കരിയറിലെ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് റിലീസായി മാറുകയാണോ കളങ്കാവൽ എന്നുള്ള ചോദ്യം തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം നമ്മൾ അങ്ങനെ കണ്ടിരുന്നിട്ടില്ല, സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളത് പറയാം. എന്താണേലും ഒരു ചെറിയ റിലീസാണ് വരുന്നതെന്ന് പ്രതീക്ഷയെങ്കിൽ ഇവിടെ ഒരു വമ്പൻ റിലീസ് തന്നെയാണ്. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇതിന് മാക്സിമം നമ്പർ ഷോസ് ചാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു സിനിമ ചാർട്ട് ചെയ്യേണ്ടതെന്ന് അവസാനം മമ്മൂട്ടി കമ്പനിയും ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഒരു ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് പൊട്ടൻഷ്യൽ ലഭിക്കുന്നതെന്നൊക്കെ അവർ മനസ്സിലാക്കി എന്നുള്ള ഒരു തോന്നൽ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഈ വിവരങ്ങളിൽ. ഇതിനോടകം തന്നെ സിനിമ ഇന്നലെ കൊണ്ട് 1,53 ലക്ഷം രൂപ നേടിയിരുന്നു. ഇന്നത്തോടെ 2 കോടി നേടുമോ എന്നുള്ളൊരു ചോദ്യമാണ് എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത്. 1,75 ലക്ഷം രൂപയിലേക്ക് വൈകുന്നേരത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ. എന്തായാലും മികച്ച തുടക്കം നേടിയ ഈ ഒരു ചിത്രം അതിൻ്റെ ട്രെയിലറും ടീസറും എല്ലാം നൽകിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,08 ലക്ഷം രൂപ നേടിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 ലക്ഷം രൂപ നേടുകയും ഓവർസീസിൽ നിന്ന് 35 അല്ലെങ്കിൽ 30,67,000 രൂപ നേടുകയും ചെയ്തു. അങ്ങനെ 1,50 ലക്ഷം രൂപ കടക്കുകയാണ് ഉണ്ടായത്. ഇന്നത്തെ പ്രകടനം എങ്ങനെയെന്നുള്ളത് നമുക്ക് വിലയിരുത്താം. എന്തായാലും കാത്തിരിക്കുന്നു. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത് അത് തന്നെ ഒന്ന് കമൻസിലൂടെ ഒന്ന് പറയാം. ചെറിയ മിസ്റ്റേക്സ്, കോടി അല്ലെങ്കിൽ ലക്ഷം പറയുമ്പോൾ അറിയാതെ കോടി എന്നൊക്കെ വന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.